ഹലോ എവ്രി വൺ, വെൽക്കം ടു KS അക്കാദമി. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വിഷയത്തിലെ 4ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭരണഘടനയിലെ വളരെ പ്രധാനപ്പെട്ട 80 ആർട്ടിക്കിളുകളാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. 1ാമത്തെ ആർട്ടിക്കിൾ, നെയിം ആൻഡ് ടെറിട്ടറി ഓഫ് ദി യൂണിയൻ. അതായത് ഇന്ത്യയുടെ ടെറിട്ടറി എന്നത് സ്റ്റേറ്റുകളുടെ ടെറിട്ടറിയും അതേപോലെ യൂണിയൻ ടെറിട്ടറിയും പിന്നീട് ഇന്ത്യ അക്വയർ ചെയ്യുന്ന ടെറിട്ടറിയും ഉൾപ്പെടുന്നു. ഇനി ആർട്ടിക്കിൾ 3 പുതിയ സ്റ്റേറ്റുകൾ രൂപീകരിക്കുന്നതും അതേപോലെ നിലവിലുള്ള സ്റ്റേറ്റുകളിൽ മാറ്റം വരുത്തുന്നതും ഒക്കെ ഉൾപ്പെടുന്നതാണ് ആർട്ടിക്കിൾ 3. അടുത്തത് ആർട്ടിക്കിൾ 13, ലോസ് ഇൻകൺസിസ്റ്റന്റ് വിത്ത് ഫണ്ടമെന്റൽ റൈറ്റ്. അതായത് മൗലികാവകാശങ്ങൾ ഹനിക്കുന്ന തരത്തിൽ ഗവൺമെന്റ് എന്തെങ്കിലും ലോ നിർമ്മിക്കുകയാണെങ്കിൽ അത് ജുഡീഷ്യൽ റിവ്യൂക്ക് വിധേയമാക്കാം എന്നുള്ളതാണ് ആർട്ടിക്കിൾ 13 പറയുന്നത്. ആർട്ടിക്കിൾ 14 ഇക്വാളിറ്റി ബിഫോർ ലോ ആണ്. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് സൂചിപ്പിക്കുന്നു. ആർട്ടിക്കിൾ 16 ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെന്റ്. പബ്ലിക് എംപ്ലോയ്മെന്റിൽ തുല്യത ഉറപ്പുവരുത്തുന്നു. ആർട്ടിക്കിൾ 17 അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മയെ വിരോധിക്കുന്ന ആർട്ടിക്കിളാണ് 17. ഇനി ആർട്ടിക്കിൾ 19 പ്രൊട്ടക്ഷൻ ഓഫ് സർട്ടൻ റൈറ്റ്സ് റിഗാർഡിംഗ് ദ ഫ്രീഡം ഓഫ് സ്പീച്ച്, എക്സ്പ്രഷന്. അപ്പൊ ഇങ്ങനെയുള്ള 6 അവകാശങ്ങളാണ് ആർട്ടിക്കിൾ 19 പറയുന്നത്. ഈ 6 അവകാശങ്ങളും 19A, B, C, D, E, F എന്നിങ്ങനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇവയിൽ സ്പീച്ചിനുള്ളത്, അസംബ്ലി ചെയ്യാനുള്ളത്, ഇന്ത്യയിൽ എവിടേക്കും സഞ്ചരിക്കാനുള്ളത്, എവിടെയും താമസിക്കാൻ, ഇങ്ങനെ പല സ്വാതന്ത്ര്യങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. ആർട്ടിക്കിൾ 21 പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയാണ്. ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമല്ല വിദേശികൾക്കും ഉറപ്പു നൽകുന്നുണ്ട്. ആർട്ടിക്കിൾ 21A റൈറ്റ് ടു എലിമെന്ററി എഡ്യൂക്കേഷൻ. ഇത് 86ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് 2002 പ്രകാരം ഇൻസേർട്ട് ചെയ്തതാണ്. അതായത് 6 മുതൽ 14 വരെ വയസ്സുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധമായ എഡ്യൂക്കേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആർട്ടിക്കിൾ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. 25ാമത്തെ ആർട്ടിക്കിൾ മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉറപ്പു നൽകുന്നതാണ്. അവിടെ 3 Pകളാണ് പറയുന്നത്. ടു പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ്. നമുക്ക് ഇഷ്ടമുള്ള മതത്തെ പ്രഖ്യാപിക്കാനും അത് പിന്തുടരാനും അത് പ്രചരിപ്പിക്കാനുമുള്ള അവകാശം ആർട്ടിക്കിൾ 25 നമുക്ക് നൽകുന്നുണ്ട്. അടുത്തത് ആർട്ടിക്കിൾ 30 റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും പരിപാലിക്കാനുമുള്ള അവകാശം ആർട്ടിക്കിൾ 30 നൽകുന്നുണ്ട്. ആർട്ടിക്കിൾ 31C സേവിംഗ് ഓഫ് ലോസ് ഗിവിംഗ് എഫക്ട് ടു സർട്ടൻ ഡയറക്റ്റീവ്. അതായത് ആർട്ടിക്കിൾ 39 പറയുന്ന ചില ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നടപ്പിലാക്കുമ്പോൾ അത് ആർട്ടിക്കിൾ 14 വിരുദ്ധമാകുന്നില്ല എന്നാണ് 31C പറയുന്നത്. അടുത്തത് ആർട്ടിക്കിൾ 32 കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്. ഈ ആർട്ടിക്കിൾ 32നെയാണ് അംബേദ്കർ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിക്കും. അഥവാ ഒരു വ്യക്തിയുടെ മൗലികാവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിക്കും അതേപോലെ ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാവുന്നതാണ്. റിട്ടുകൾ 5 തരത്തിലുണ്ട്. ഹേബിയസ് കോർപ്പസ്, മാൻഡാമസ്, പ്രോഹിബിഷൻ, സെർഷ്യോറാരി, കോ വാറണ്ടോ. ഇങ്ങനെയുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്നു. അടുത്തത് ആർട്ടിക്കിൾ 38 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ പെടുന്നതാണ്. സ്റ്റേറ്റ് ടു സെക്യൂർ എ സോഷ്യൽ ഓർഡർ ഫോർ ദി പ്രൊമോഷൻ ഓഫ് ദി വെൽഫെയർ ഓഫ് ദി പീപ്പിൾ. ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടിയിട്ട് വരുമാനത്തിലുള്ള ഇനീക്വാളിറ്റി കുറയ്ക്കാനും തുല്യ അവകാശങ്ങൾ നൽകാനുമെല്ലാമുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള നിർദ്ദേശമാണ് ആർട്ടിക്കിൾ 38 ഉൾക്കൊള്ളുന്നത്. ആർട്ടിക്കിൾ 40 ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്. പഞ്ചായത്തുകൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ് അത്. ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡാണ്. എല്ലാ പൗരന്മാർക്കും ഒരേ നിയമം. യൂണിഫോം സിവിൽ കോഡ് നിലവിൽ നടപ്പിലാക്കിയിട്ടില്ല. നമ്മുടെ രാജ്യത്തെ വിവിധ മതങ്ങളിൽപ്പെട്ട ആളുകളും വിവിധ ആചാരങ്ങളും ഒക്കെ നിലനിൽക്കുന്നതിനാൽ യൂണിഫോം സിവിൽ കോഡ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വിവിധ മതങ്ങളിൽപ്പെട്ട ആളുകളുടെ വിവാഹങ്ങളൊക്കെ ഒരേ നിയമത്തിന് കീഴിൽ കൊണ്ടുവരുന്നത് നമ്മുടെ രാജ്യത്ത് പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം ഭരണഘടന 44ാം ആർട്ടിക്കിൾ പ്രകാരം ഒരു നിർദ്ദേശമായി നൽകുന്നു എന്ന് മാത്രം. അടുത്തത് ആർട്ടിക്കിൾ 45 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രത്യേക കെയറും വിദ്യാഭ്യാസവും നൽകാൻ വേണ്ടിയിട്ട് ഉൾപ്പെടുത്തിയതാണ്. ആർട്ടിക്കിൾ 46 SC ST മറ്റ് വീക്ക് സെക്ഷൻ ഇവരെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് 46. ആർട്ടിക്കിൾ 50 ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്ന് വേർതിരിക്കുന്നത് പറയുന്നതാണ്. 51 പ്രൊമോഷൻ ഓഫ് ഇന്റേണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി, സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. ആർട്ടിക്കിൾ 51A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 51A. 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് വഴി 1976 ഇൻസേർട്ട് ചെയ്തതാണ് 51A. അതിൽ നമ്മുടെ പൗരന്മാരുടെ ചുമതലകളാണ് പറയുന്നത്. 11 വ്യത്യസ്ത ചുമതലകൾ അതിൽ പറയുന്നു. അടുത്തത് ആർട്ടിക്കിൾ 72 പ്രസിഡന്റിനുള്ള പവറാണ് പറയുന്നത്. കുറ്റവാളികൾക്ക്
അവരുടെ ശിക്ഷ മാപ്പാക്കി കൊടുക്കാനും അത് സസ്പെൻഡ് ചെയ്യാനും അല്ലെങ്കിൽ അത് കുറച്ചു കൊടുക്കാനൊക്കെയുള്ള അധികാരം പ്രസിഡന്റിന് നൽകുന്നതാണ് ആർട്ടിക്കിൾ 72. പ്രസിഡന്റിനുള്ളതുപോലെ തന്നെ ഗവർണർമാർക്കും കുറ്റവാളികൾക്ക് മാപ്പ് കൊടുക്കാൻ ആർട്ടിക്കിൾ 161 പ്രകാരം സാധിക്കും. ഇവിടെ 89 എന്ന നമ്പർ ഓർത്തിരുന്നാൽ വളരെ എളുപ്പമായിരിക്കും. ഈ ആർട്ടിക്കിൾ 72ന്റെ കൂടെ 89 കൂട്ടിയാൽ സ്റ്റേറ്റിനെ ബാധിക്കുന്ന ഇതേ നിയമങ്ങളുടെ ആർട്ടിക്കിളുകൾ നമുക്ക് അറിയാൻ പറ്റും. തൊട്ടടുത്ത ആർട്ടിക്കിൾ 74 കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ടു എയ്ഡ് ആൻഡ് അഡ്വൈസ് ദ പ്രസിഡന്റ്. ഈ 74ന്റെ കൂടെ 89 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 163 കിട്ടും. 163 ആയിരിക്കും സ്റ്റേറ്റിൽ ഇതേപോലുള്ള കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനുള്ള ഗവർണറെ അഡ്വൈസ് ചെയ്യാനും എയ്ഡ് ചെയ്യാനുള്ള റൈറ്റ്. അതേപോലെ ആർട്ടിക്കിൾ 76 അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആണ്. അതിൻ്റെ കൂടെ 89 ആഡ് ചെയ്യുമ്പോൾ 165 വരും. സ്റ്റേറ്റിലെ അഡ്വക്കേറ്റ് ജനറലിന് ബാധിക്കുന്ന ആർട്ടിക്കിൾ ആയിരിക്കും അത്. ആർട്ടിക്കിൾ 78 ഡ്യൂട്ടീസ് ഓഫ് പ്രൈം മിനിസ്റ്റർ ആണ്. പ്രസിഡന്റിന് വിവരങ്ങൾ നൽകേണ്ടുന്ന കാര്യങ്ങൾ പറയുന്നതാണ് ആർട്ടിക്കിൾ 78. ആർട്ടിക്കിൾ 110 മണി ബില്ലിനെ ഡിഫൈൻ ചെയ്യുന്നതാണ്. എന്താണ് മണി ബിൽ എന്നാണ് ആർട്ടിക്കിൾ 110 പറയുന്നത്. ആർട്ടിക്കിൾ 112 ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്, അഥവാ നമ്മുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഭരണഘടനയിൽ ബഡ്ജറ്റ് എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല, പകരം ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറയുക. ഇനി ആർട്ടിക്കിൾ 123 പവർ ഓഫ് പ്രസിഡന്റ് ടു പ്രൊമൾഗേറ്റ് ഓർഡിനൻസസ് ഡ്യൂറിംഗ് റിസസ് ഓഫ് പാർലമെന്റ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഓർഡിനൻസ് ഇറക്കാനുള്ള അധികാരം പ്രസിഡന്റിന് നൽകുന്നതാണ് 123. ഗവൺമെന്റ് ചിലപ്പോൾ കോടതിയെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കാറുണ്ട്. അടുത്തത് ആർട്ടിക്കിൾ 143 പവർ ഓഫ് പ്രസിഡന്റ് ടു കൺസൾട്ട് സുപ്രീം കോടതി. പ്രസിഡന്റിന് ചില കാര്യങ്ങളിൽ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള അധികാരം നൽകുന്നു. ആർട്ടിക്കിൾ 148 CAG ആണ്. ഗവൺമെന്റിന്റെ കണക്കുകൾ പരിശോധിക്കാനുള്ള കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. അടുത്തത് ആർട്ടിക്കിൾ 149 ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് ദി CAG. അവരുടെ ഉത്തരവാദിത്തങ്ങളും അധികാരങ്ങളും പറയുന്നതാണ് 149. ഇനി 155 ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് 155. ഇനി 161 നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. പ്രസിഡന്റിന് ആർട്ടിക്കിൾ 72 പ്രകാരം ഉള്ള അധികാരങ്ങൾ ആർട്ടിക്കിൾ 161 പ്രകാരം ഗവർണർക്കും ഉണ്ട്. ഇനി ആർട്ടിക്കിൾ 163 കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ടു എയ്ഡ് ആൻഡ് അഡ്വൈസ് ദി ഗവർണർ. സ്റ്റേറ്റിലെ കാര്യമാണ് 163. അതേപോലെ 165 എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് ജനറൽ ആണ്. നേരത്തെ നമ്മൾ 76 അറ്റോർണി ജനറൽ പറഞ്ഞിരുന്നു. അതിന് സമാനമായ സ്റ്റേറ്റിലുള്ള പോസ്റ്റാണ് അഡ്വക്കേറ്റ് ജനറൽ. ഇനി 167 എന്ന് പറയുന്നത് സ്റ്റേറ്റിലെ ചീഫ് മിനിസ്റ്റർ ഗവർണർക്ക് വിവരങ്ങൾ കൈമാറേണ്ടുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ്. നേരത്തെ നമ്മൾ 78 പറഞ്ഞിരുന്നു. പ്രധാനമന്ത്രി പ്രസിഡന്റിന് നൽകുന്നത് പോലെ മുഖ്യമന്ത്രി ഗവർണർക്ക് നൽകുന്നത് 167 പ്രകാരമാണ്. ആർട്ടിക്കിൾ 168 സ്റ്റേറ്റുകളിൽ ലെജിസ്ലേച്ചറുകൾ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ആർട്ടിക്കിൾ 169 അബോളിഷൻ ഓർ ക്രിയേഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ഇൻ ദി സ്റ്റേറ്റ്സ്. സ്റ്റേറ്റുകൾക്ക് വേണമെങ്കിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾ ഉണ്ടാക്കാൻ കഴിയും. ചില സ്റ്റേറ്റുകളിലൊക്കെ ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾ നിലവിലുണ്ട്. നമ്മുടെ കേന്ദ്രത്തിൽ രാജ്യസഭ ഉള്ളതുപോലെ സ്റ്റേറ്റുകൾക്കും ഇതേപോലെ ഒരു കൗൺസിൽ, ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ടാക്കാവുന്നതാണ്. അത് ഉണ്ടാക്കാനും പിരിച്ചുവിടാനുള്ള അധികാരം നൽകുന്നതാണ് ആർട്ടിക്കിൾ 169. ആർട്ടിക്കിൾ 170 കോമ്പോസിഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇൻ ദ സ്റ്റേറ്റ് ആണ്. അതിന്റെ കോമ്പോസിഷൻ പറയുന്നതാണ് 170. 171 എന്ന് പറയുന്നത് ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ കോമ്പോസിഷൻ ആണ്. 172 പറയുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേറ്ററിന്റെ ഡ്യൂറേഷൻ ആണ് പറയുന്നത്. ആർട്ടിക്കിൾ 173 ക്വാളിഫിക്കേഷൻ ഫോർ മെമ്പർഷിപ്പ് ഓഫ് ദി സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ, അതായത് ഒരു MLA ആവാനുള്ള യോഗ്യതയാണ് അവിടെ പറയുന്നത്. ആർട്ടിക്കിൾ 174 സെഷൻസ് ഓഫ് ദി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പ്രൊറഗേഷൻ ആൻഡ് ഡിസൊല്യൂഷൻ. ഓരോ സെഷനെ കുറിച്ചും അത് നീട്ടിവെക്കുന്നതിനെ കുറിച്ചും പിരിച്ചുവിടുന്നതിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ആർട്ടിക്കിൾ 178 സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ദി ലെജിസ്ലേറ്റീവ് അസംബ്ലി. ആർട്ടിക്കിൾ 194 പവർ പ്രിവിലേജസ് ആൻഡ് ഇമ്മ്യൂണിറ്റി ഓഫ് അഡ്വക്കേറ്റ് ജനറൽ. ഏജിക്കുള്ള പവറും പ്രിവിലേജൊക്കെയാണ് 194 പറയുന്നത്. ആർട്ടിക്കിൾ 200 അസെന്റ് ടു ബിൽസ് ബൈ ദി ഗവർണർ. ബില്ലുകൾക്ക് ഗവർണർ സമ്മതം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് 200 പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 202 ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, അതായത് സ്റ്റേറ്റ് ബഡ്ജറ്റിനെ കുറിച്ചാണ് 202 പറയുന്നത്. ആർട്ടിക്കിൾ 210 സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ ഉപയോഗിക്കേണ്ട ഭാഷയെ കുറിച്ചാണ് പറയുന്നത്. 212 കോർട്സ് നോട്ട് ടു ഇൻക്വയർ ഇൻ ടു പ്രൊസീഡിംഗ്സ് ഓഫ് ദി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, അതായത് ലെജിസ്ലേച്ചറിലെ പ്രൊസീഡിംഗ്സിനെ കുറിച്ചുള്ള അന്വേഷണം നടത്താൻ കോടതികൾക്ക് കഴിയില്ല എന്നാണ് 212 പറയുന്നത്. ആർട്ടിക്കിൾ 213 ഗവർണർക്ക് ഓർഡിനൻസ് ഇറക്കാനുള്ള അധികാരം നൽകും. നേരത്തെ പ്രസിഡന്റിന് ഓർഡിനൻസ് ഇറക്കാനുള്ള അധികാരം നൽകുന്ന ആർട്ടിക്കിൾ നമ്മൾ പറഞ്ഞിരുന്നു, ആർട്ടിക്കിൾ 123. അടുത്തത് 214 ഹൈക്കോർട്ട്സ് ഫോർ ദി സ്റ്റേറ്റ്സ്. സ്റ്റേറ്റിനുള്ള ഹൈക്കോർട്ടിനെ കുറിച്ചാണ്. 217 അപ്പോയിന്റ്മെന്റ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദി ഓഫീസ് ഓഫ് ദി ജഡ്ജ് ഓഫ് എ ഹൈക്കോർട്ട്. ഹൈക്കോർട്ടിലെ ജഡ്ജിമാരെ നിയമിക്കുന്നതും അതിനുള്ള കണ്ടീഷൻസ് ഒക്കെയാണ് ആർട്ടിക്കിൾ 217 പറയുന്നത്. ആർട്ടിക്കിൾ 226
പവർ ഓഫ് ഹൈക്കോർട്ട്സ് ടു ഇഷ്യൂ സർട്ടൻ റിട്ട്സ്. നമ്മൾ നേരത്തെ റിട്ടുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിക്കും ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാവുന്നതാണ്. അടുത്തത് ആർട്ടിക്കിൾ 239AA ഡൽഹിക്ക് നൽകുന്ന ചില പ്രത്യേക പ്രൊവിഷനുകളാണ് അവിടെ പറയുന്നത്. 239AA. ഇനി ആർട്ടിക്കിൾ 243B കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പഞ്ചായത്താണ്. അതായത് 243 എല്ലാം പഞ്ചായത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 243A മുതൽ 243O വരെ പഞ്ചായത്തിനെ കുറിച്ചും 243P മുതൽ 243ZG വരെ മുനിസിപ്പാലിറ്റിയെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇവിടെ 243G പവേഴ്സ്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് പഞ്ചായത്തിന്റെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും ഒക്കെയാണ്. 243K പഞ്ചായത്തിലേക്കുള്ള ഇലക്ഷൻ ആണ്. ഇനി 249 പവർ ഓഫ് പാർലമെന്റ് ടു ലെജിസ്ലേറ്റ് വിത്ത് റെസ്പെക്ട് ടു എ മാറ്റർ ഇൻ ദി സ്റ്റേറ്റ് ലിസ്റ്റ് ഇൻ ദി നാഷണൽ ഇൻട്രസ്റ്റ്. ദേശീയ താൽപര്യം മുൻനിർത്തി സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു കാര്യം പാർലമെന്റിന് ചെയ്യാൻ അധികാരം നൽകുന്ന ആർട്ടിക്കിളാണ് 249. 3 ലിസ്റ്റുകളുണ്ട്: സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കോൺകറന്റ് ലിസ്റ്റ്. അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ സാധാരണഗതിയിൽ സ്റ്റേറ്റിനാണ് അധികാരം. എന്നാൽ ഈ ആർട്ടിക്കിൾ 249 പ്രകാരം ദേശീയ താൽപര്യം മുൻനിർത്തി ചില സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങൾ പാർലമെന്റിന് ഇടപെടാനുള്ള അധികാരം നൽകുന്നുണ്ട്. അടുത്തത് 262 അഡ്ജുഡിക്കേഷൻ ഓഫ് ഡിസ്പ്യൂട്ട്സ് റിലേറ്റിംഗ് ടു വാട്ടേഴ്സ് ഓഫ് ഇന്റർ സ്റ്റേറ്റ് റിവേഴ്സ് ഓർ റിവർ വാലീസ്. സംസ്ഥാനങ്ങൾ തമ്മിൽ അതിർത്തി പങ്കിടുന്ന നദികളുടെ തർക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് 262 പറയുന്നത്. 263 ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. 265 ടാക്സസ് നോട്ട് ടു ബി ഇമ്പോസ്ഡ് സേവ് ബൈ അതോറിറ്റി ഓഫ് ലോ. നിയമപരമായ അതോറിറ്റി അല്ലാതെ ടാക്സുകൾ കളക്ട് ചെയ്യാൻ പാടില്ല എന്നാണ് 265 പറയുന്നത്. ആർട്ടിക്കിൾ 275 ഗ്രാൻസ് ഫ്രം ദി യൂണിയൻ ടു സർട്ടൻ സ്റ്റേറ്റ്സ്. ചില സ്റ്റേറ്റുകൾക്കുള്ള ഗ്രാന്റുകളെ കുറിച്ചാണ് 275 പറയുന്നത്. ആർട്ടിക്കിൾ 280 ഫൈനാൻസ് കമ്മീഷൻ ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കമ്മീഷനാണ് ഫൈനാൻസ് കമ്മീഷൻ. ആർട്ടിക്കിൾ 300 സ്യൂട്ട്സ് ആൻഡ് പ്രൊസീഡിംഗ്സ്. ചില പ്രത്യേക നിയമ നടപടിക്രമങ്ങളാണ് പറയുന്നത്. 300A പേഴ്സൺ നോട്ട് ടു ബി ഡിപ്രൈവ്ഡ് ഓഫ് പ്രോപ്പർട്ടി സേവ് ബൈ അതോറിറ്റി ഓഫ് ലോ. അതായത് റൈറ്റ് ടു പ്രോപ്പർട്ടി. ഇത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിൽ ഉണ്ടായിരുന്നതായിരുന്നു. അത് അവിടെ നിന്ന് എടുത്തിട്ടാണ് ഇപ്പോൾ 300A മാറ്റിയിരിക്കുന്നത്. ആർട്ടിക്കിൾ 311 പറയുന്നത് ഡിസ്മിസൽ, റിമൂവൽ ഓർ റിഡക്ഷൻ ഇൻ റാങ്ക് ഓഫ് പേഴ്സൺസ് എംപ്ലോയ്ഡ് ഇൻ സിവിൽ കേപ്പബിലിറ്റീസ് അണ്ടർ ദി യൂണിയൻ ഓർ സ്റ്റേറ്റ്. കേന്ദ്രത്തിലോ അല്ലെങ്കിൽ സ്റ്റേറ്റിലോ ഉള്ള ഒരു ജോലിക്കാരനെ പിരിച്ചുവിടുന്നതും റാങ്ക് കുറയ്ക്കുന്നതൊക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 311 പറയുന്നത്. 312 ഓൾ ഇന്ത്യ സർവീസുകളാണ്. ആർട്ടിക്കിൾ 315 പബ്ലിക് സർവീസ് കമ്മീഷൻ ഫോർ ദി യൂണിയൻ ആൻഡ് ഫോർ ദി സ്റ്റേറ്റ്സ്. UPSC PSC ഒക്കെ 315 ആണ് പറയുന്നത്. ആർട്ടിക്കിൾ 320 ഫങ്ഷൻസ് ഓഫ് പബ്ലിക് സർവീസ് കമ്മീഷൻസ്. ഈ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചുമതലകളാണ് 320 പറയുന്നത്. 323A അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസിനെ കുറിച്ചാണ്. 324 സൂപ്രിൻറ്റൻഡൻസ് ഡയറക്ഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഇലക്ഷൻസ് ടു ബി വെസ്റ്റഡ് ഇൻ എൻ ഇലക്ഷൻ കമ്മീഷൻ. ഇലക്ഷൻ നടത്തുന്നതിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളൊക്കെ ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ് എന്നാണ് ആർട്ടിക്കിൾ 324 പറയുന്നത്. ആർട്ടിക്കിൾ 330 പ്രകാരം റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഇൻ ദി ഹൗസ് ഓഫ് ദി പീപ്പിൾ. ലോക്സഭയിൽ SC/ST സീറ്റുകളെ കുറിച്ചാണ് റിസർവ് ചെയ്യുന്നതിനെ കുറിച്ച്. ആർട്ടിക്കിൾ 335 ക്ലെയിംസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ടു സർവീസസ് ആൻഡ് പോസ്റ്റ്. വിവിധ സർവീസുകളിലേക്കും പോസ്റ്റുകളിലേക്കും ഒക്കെയുള്ള SC/ST വിഭാഗത്തിലെ ക്ലെയിമിനെ കുറിച്ചാണ് 335 പറയുന്നത്. ആർട്ടിക്കിൾ 352 എമർജൻസിയാണ്. നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിന് നൽകുന്നതാണ്. 352ഉം 356ഉം 360ഉം എമർജൻസിയാണ്. 356 എന്ന് പറയുന്നത് സ്റ്റേറ്റിൽ പ്രസിഡന്റ്സ് റൂള് ഏർപ്പെടുത്തുന്നതാണ്. ഒരു സ്റ്റേറ്റിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി ഫെയിൽ ആകുമ്പോഴാണ് ആർട്ടിക്കിൾ 356 പ്രകാരം പ്രസിഡന്റ്സ് റൂള് ഏർപ്പെടുത്തുന്നത്. ആർട്ടിക്കിൾ 360 പ്രകാരം ഫൈനാൻഷ്യൽ എമർജൻസിയാണ് പ്രഖ്യാപിക്കുന്നത്. അടുത്തത് ആർട്ടിക്കിൾ 365 എഫക്ട് ഓഫ് ഫെയിലർ ടു കംപ്ലൈ വിത്ത് ഡയറക്ഷൻസ് ഗിവൺ ബൈ ദി യൂണിയൻ. കേന്ദ്ര ഗവൺമെന്റ് നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാതിരിക്കുമ്പോൾ പ്രസിഡന്റ്സ് റൂൾ ഏർപ്പെടുത്തുന്ന പ്രത്യേക കാര്യങ്ങളാണ് 365 പറയുന്നത്. ആർട്ടിക്കിൾ 368 കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ പാർലമെന്റിന് അധികാരം നൽകുന്നതാണ്. നമ്മുടെ ഭരണഘടനയിൽ ഭേദഗതി വരുത്തുന്നത് ആർട്ടിക്കിൾ 368 പ്രകാരമാണ്. സോ ആർട്ടിക്കിൾ 368 വളരെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. അതിന് അടുത്തത് ആർട്ടിക്കിൾ 370 ജമ്മു കാശ്മീരിന് നൽകുന്ന ചില താൽക്കാലിക പ്രൊവിഷനുകളാണ് 370 ഉൾക്കൊള്ളുന്നത്. പാർട്ട് 4 ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.